ഗായ്സ്, അപ്പോൾ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ മാത്രമുള്ള ഒച്ചുംപിളി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ കുട്ടിനടുത്ത് നടക്കല എനിക്ക് പണി. നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണിനെ പ്രസവിച്ചെടുക്കുന്ന പെണ്ണിന് വേറെ പണിയൊന്നുമില്ല, ഇതന്നെയാണോ പണി? പക്ഷെ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല, ഞങ്ങൾക്ക് തന്നെ പണി. ഇന്നിപ്പോൾ ഞങ്ങൾ പോണത് ഐബൂന് കുത്തിവെപ്പ് എടുക്കാൻ. കുത്തിവെപ്പ് എടുക്കാൻ. അപ്പം രണ്ടാമത്തെ അല്ല, ഫസ്റ്റ് നമ്മൾ BCG വെച്ചു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ ഒന്നര മാസത്തെ കേട്ടോ. അത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, 2 ആഴ്ചയൊക്കെ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലോട്ട് പോവാണ്. അപ്പൊ അതാണ് ഇന്നത്തെ വിശേഷം. ഇന്നത്തെ കണ്ടന്റ് അതല്ല വിശേഷം, അതല്ല. ഇന്ന് മുതൽ ഓനെ സഹിക്കണമെങ്കിൽ 2 ദിവസം കടുത്ത പനി ഉണ്ടാവും. അത് നമ്മൾ മാനേജ് ചെയ്തേ പറ്റുള്ളൂ, വേറെ രക്ഷയില്ല. പക്ഷെ എനിക്ക് സഹിക്കൂല കേട്ടോ ഓൻ അങ്ങനെ കരഞ്ഞിക്ക്, അല്ലെങ്കിൽ തന്നെ ഓന് കരയുമ്പോൾ ഭയങ്കര വിഷമം എനിക്ക്. പക്ഷെ സഹിച്ചല്ല പറ്റും, വേറെ മാർഗമൊന്നുമില്ലല്ലോ അല്ലേ. നമ്മളെ അമ്മമാർ രാത്രി എത്ര സഹിക്കേണ്ട ഒരു നേരം കണ്ടപ്പോൾ പേര് ഇങ്ങനെ. നിങ്ങൾ വന്ന് കമന്റിൽ പൊങ്കാലടേ. അപ്പോൾ ഓക്കെ, നമ്മൾ വണ്ടിയൊക്കെ എടുക്കട്ടെ, കാണിക്കട്ടെ. അപ്പൊ നമ്മള് പോണ വഴിയിൽ കൊറേ കൊച്ചുങ്ങളെ കുത്തിവെപ്പ് വെച്ച് കൊണ്ടുവന്ന് കാണുന്നുണ്ടല്ലേ. ഹോട്ടലും കാറിലും ബൈക്കുമലൊക്കെ കൊണ്ടുവന്നുണ്ട്. ഇന്ന് ബുധനാഴ്ച അല്ലേ. നമ്മളെ കൊച്ചിനെ കുത്തിവെച്ച് വന്നിട്ട് കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയാണ് ഗൈസ്, എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത അൺബിലീവബിൾ. ഇവന് നാള് പണ്ട് തുള്ളിമരുന്നെല്ലാം കൊടുത്ത് ഫസ്റ്റ് എന്താവുന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടവൻ്റെത്. എന്തായാലും കരച്ചിലും കണ്ണീരും കഴിയും. ഇന്ന് വേഗം വീടിന്റെ ക്ലീനിങ്ങും വർക്കൊക്കെ ഞങ്ങൾ തീർത്ത് വെച്ചിട്ട് ഒരു പരിപാടി നടക്കൂല, ഓനെ നോക്കിയിരിക്കേണ്ടി വരും. അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മുടെ ഇവിടെ ഒരു കുളം പുതിയതായിട്ട് നമ്മുടെ പിള്ളേരൊന്ന് കൊണ്ടുവരണം. കണ്ണംകുളത്തേക്ക് ചേരാനെല്ലൂർന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അടിപൊളി സെറ്റ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിന്റെ കണ്ണംകുളത്തിന്റെ ഒരു വീഡിയോ. പിന്നെ അപ്പൊ പിള്ളേർ ഇടക്കിടക്ക് അവിടെ വരണം എന്ന് പറയും. ഇതാണ് നമ്മുടെ ഐശുവിന്റെ സ്കൂള്. ഐശു അല്ലേ, ശിവയുടെ സ്കൂളാണ് ഈ ഗേറ്റ് കാണുന്നത്. അത് ഐശുവിന്റെ സ്കൂള്. അതെ, ഐശുവിന്റെ സ്കൂള് കുറച്ച് അപ്പുറത്താണ് കേട്ടോ. അടുത്ത ഗേറ്റ് ആണ് ഐശുവിന്റെ സ്കൂള്. അപ്പൊ ഇവരൊക്കെ പഠിക്കുന്നത് ഇവിടെ ഏകദേശം ഒക്കെ നമ്മളെ ചുറ്റോട്ടത്ത് തൊട്ടടുത്ത് തന്നെയാണ്. ഇതാണ് അൽഫറൂഖിയ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെയാണ് ഐശു പഠിക്കുന്നത്. ഉറപ്പ് അതിന്റെ മേലുണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല, നമ്മൾ നേരെ സെന്ററിലോട്ട് പോരുന്നു. നല്ല മധുരമുള്ള പൈനാപ്പിൾ ഇട്ടോ. നമ്മള് നല്ല ഓറഞ്ച് മേടിച്ചു, നല്ല ഓറഞ്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ചെറിയ ഓറഞ്ചില്ലേ, ഞങ്ങളോടൊരു പ്രശ്നമുണ്ട്, ഞങ്ങളോട് വലുതൊന്നും ആർക്കും പറ്റൂല. ഞങ്ങളെ മക്കള് ചെറിയ ഓറഞ്ച്, ചെറിയ ആപ്പിള്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ വലുതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞങ്ങളോടെ. ആപ്പിളൊക്കെ വലുത് കണ്ടാല് ആള് വലിച്ചെറിയും. ഇന്നലെ വരെ ഫ്രിഡ്ജിലുണ്ടായിട്ട് ഞാൻ ഇന്നലെ ആന്റിക്ക് എടുത്തു. അതാണ് അവസ്ഥ. അപ്പൊ നീ പോയിട്ട് കുത്തണൊക്കെ എടുത്തോണ്ടിട്ടാ മോനക്ക് കാണിച്ചു കൊടുക്കാൻ. അന്നെ ഫസ്റ്റ് കൊണ്ടുപോയി കുത്തിയത് ഡോക്ടറെ കാണിച്ചിട്ട് മുകളിലോട്ട് പോയാൽ മതി. മുകളിലാണോ വാക്സിൻ? നടക്കും. ഡോക്ടർ എന്താ പറഞ്ഞാൽ ക്യൂ നിൽക്കാതെ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. അതാണ് കുട്ടികൾ ഉണ്ടായുള്ളൊരു ഗുണം കേട്ടോ. കുത്തിവെപ്പാകുമ്പോൾ പെട്ടെന്ന് പരിപാടി തീരും. ആളുകളാണ് അതിൻ്റെ ഉള്ളിൽ മൊത്തം ഫുൾ ആളുകളാണ്. അവൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ തന്നെ പണി. ഒന്നും നടപടി ആവണില്ല. നടപടി ആവായല്ല, ടോക്കൺ കിട്ടിയിട്ടുണ്ട്. ഞാൻ ടോക്കൺ വരെ വെയിറ്റ് ചെയ്യണം. ഇതിനകത്ത് ഫുൾ ആളുകളായിട്ട് നിൽക്കുന്നത് കണ്ടോ. അത്രയും ആളുകൾ ഇതിനകത്തുണ്ട്. ഈ റൂമിനകത്താണ് വാക്സിനേഷൻ ഉള്ളത്. വാക്സിൻ എടുക്കാൻ വന്ന ആളുകളാണ് കേട്ടോ മൊത്തം. നമ്മളവിടെ നിന്ന് ഇത്ര തോന്നുന്ന ആൾക്കാർ ഒരേ ടൈം ഉണ്ടാവില്ലല്ലോ. നമ്മൾ കുത്തിവെക്കാൻ പോകണ ആഴ്ച നമുക്കൊരു കല്യാണം, അപ്പം നമ്മളത് അടുത്ത ആഴ്ചയൊക്കെ മാറ്റി നമ്മൾ മാസങ്ങളോളം മാറ്റും. അവസാനം കൊണ്ടുപോയിട്ട് കുട്ടികളെ കിട്ടിയ 2 കൈ 2 കാലം ഒന്നിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് ആകെ പാലിച്ച് ബേജാറായിട്ട് കുട്ടികൾ. പക്ഷെ ഇവിടെ ഇത്ര തോന്നുന്ന ആളുകളുണ്ട് അല്ലേ. നമ്മൾ അത്രയും ആളുകൾ ഇഷ്ടം പോലെ. അങ്ങനെ 47ാമത്തെ ടോക്കണായി. അടുത്ത് 48. ഐബു നീ ഉറങ്ങലടാ. ഐബു നീ ഉണർന്ന്. അതെ, കുത്തുമ്പോ നീ ഉണരും, പിന്നെ നീ കരച്ചിലാവും. ഐബു കണ്ട ഒക്കെ ഒഴിഞ്ഞു. ഒരു 5 മിനിറ്റ് ഇരിക്കേണ്ടി വരും. ഒത്തിരി പേരുണ്ടായിരുന്നു, എല്ലാവരും ഒഴിഞ്ഞിട്ടോ. എല്ലാവരും പോയി, ആരുമില്ല. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ച് ആൾക്കാരുള്ളൂ. ഇവരൊക്കെ വാക്സിൻ ചെയ്ത ആളുകളാണ്. മാറ്റി കൊടുത്തൂടി. ഇന്നലെ നമ്മളെ ഐബുവിന് പോളിയോ വെച്ച് വന്നതിന് ശേഷം ഭയങ്കര സീനാണ് ഇവിടെ. കട്ട സീനാണ് ഇവിടെ. ഒട്ടും വയ്യോന്.
ഓൾക്ക് സ്കൂളിൽ നിന്ന് ഒരു പേപ്പർ കിട്ടി. അപ്പൊ ഇന്ന് പിന്നെ ആകെ സീനാണ്, നമ്മുടെ ഫ്രിഡ്ജ് അടിച്ചു പോയി. എല്ലാം ഒരു കഥ കഥയാണ്, മൊത്തത്തിൽ ആകെ പ്രശ്നത്തിലാണ്. പിന്നെ ഫ്രിഡ്ജ് അടിച്ചു പോയി, പിന്നെ ചെക്കനെ വയ്യാതായി, നോക്കാൻ വയ്യല്ല ഒട്ടും. കുട്ടികൾ ഓക്കെ അല്ലെങ്കിൽ നമ്മള് മൊത്തത്തിൽ തളരൂലേ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ പണികളൊക്കെ ഞാൻ കിടന്നുള്ളൂ. അതെ, ഇന്നിപ്പോ ചായയും കടിയൊന്നുമില്ല. ഇന്ന് ചോറും ചിരങ്ങ തളിച്ചതും ബീട്രൂട്ട് അച്ചാറും മുട്ട പൊരിച്ചതും. അതില്ലെങ്കിലും ഞാനത് ചെയ്താൽ റെഡി ആവാറില്ല കേട്ടോ. കുട്ടികളെ ഡ്രസ് അയൺ ചെയ്ത്, ഓളെ ഡ്രസ് അയൺ ചെയ്ത്, ഇന്റെ ഡ്രസ് അയൺ ചെയ്ത്, പക്ഷെ ഞാൻ ചെയ്തിട്ടേ വാപ്പച്ചി ഇങ്ങനെ പണ്ടത്തെ തള്ളാര് കിറുകിറ് അറിയില്ല പോലെ പറയും. എന്താ സംഭവം അറിയാമോ നിങ്ങള്? ഓൾക്ക് ചെയ്യാൻ അറിയാനിട്ടല്ല, മനസ്സ് വിചാരിച്ചാല് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല. പക്ഷെ മനസ്സ് വിചാരിക്കില്ല, ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ചെയ്യാൻ. അല്ല, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ അയൺ ചെയ്യല്. കൊടുത്തോ കാണി ഇടൂ. ഞാൻ അതൊക്കെ ഇന്നലെ എന്നോട് അറിയാലോ കുട്ടീനെ പോലെ എനിക്ക് ടീഷർട്ട് ഒന്ന് അയൺ ചെയ്തൂടെ. നമ്മളെ ഇങ്ങനെ നേരത്തെ മണ്ടുമ്പോഴല്ല അയൺ ചെയ്യാൻ നിൽക്കുന്നത്. ഇവർക്കൊക്കെ അങ്ങനെ ശീലമായി, നമ്മക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ, നമ്മളല്ലോ കിട്ടു പോലെ. എന്താണ് ഇവൾക്ക് കളർ എടുത്തിട്ട് എന്തൊക്കെ ഉണ്ടത്രാക്കുവോ അറിയില്ല. ഇവളത് വന്ന് പറഞ്ഞു, മിസ്സിനോട് പറഞ്ഞിട്ടൊന്നുമില്ല. അതെ, മാറ്റൂടെ ഇഷ്യൂ. ഇവർക്ക് കുളിച്ചില്ലെങ്കിൽ അയൺ ചെയ്യണം. ഇതൊക്കെ അയൺ ചെയ്യണം എന്നിലേക്ക് കുളിച്ചാൽ മതി. അതാണ് ഞാനും ഇവരും തമ്മിലുള്ള വ്യത്യാസം. മഴയുണ്ടോ? ഓളെ മുടി കെട്ടാൻ വയ്ക്കൂല എത്ര കുളിച്ചാല്. അച്ചോ നല്ലപോലെ എടുക്കണം കേട്ടോനെ. എന്നിട്ട് ഓക്കെ അല്ല. എന്താ കാട്ടിൽ വെച്ച് നോക്കി ID കാർഡ് വന്നാൽ എങ്ങനെ എറിയല് ചോദിച്ചു നോക്കി. വീസ് എറിയ. അതെ, ഒന്ന് പിടിച്ചു നോക്കി അപ്പൊ അറിയാം. ഇത് ഫ്രണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കല്. ഫുള്ള് തരികിടാന്ന് പറഞ്ഞാൽ ഫുൾ തരികിട. ഒരു പണി പറഞ്ഞാൽ കേൾക്കൂല. പണി പറഞ്ഞല്ല, ഫുള്ള് ബുക്ക് സാധനങ്ങൾ അവിടെ ഇവിടെ കൊണ്ടിട്ട് ഇവിടെ കൊണ്ട് എട്ടങ്കരക്കണം. ഇവിടെ ആർക്കും വേണം, ഞങ്ങൾ ഇവിടെ ബുക്ക് കേട്ടോ ഗിവ് അവേ കൊടുക്കുകയാണ്. അടങ്ങിക്ക് ഈശോബേബിനെ ഗിവ് അവേ കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളി. ഐബൂതാ പറ്റ താപാനാണ് കണ്ട. എന്തിയേ ആ പിടിക്ക് എന്താണ് പെയ്യേ ആ ചിസ്റ്റതി ഷൂജി അടിച്ചാ നമുക്ക് സിസ്റ്ററെ മേടനാട്ടാ. പക്ഷെ എന്നാലും അത്ര വലിയ കുഴപ്പമില്ല കേട്ടോ നമുക്ക്. ഞാൻ പ്രതീക്ഷ അത്ര പ്രശ്നമില്ല. ഞാൻ പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമുക്ക് നീറ്റിരിക്കാൻ നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ള. കുറച്ചേരം ഓ ഉറങ്ങിക്കണം, നല്ല ഉറങ്ങി. ഞാൻ ഒന്നും ഉറങ്ങിയില്ല. പിന്നെ കുറച്ച് നീറ്റ് കളി കഴിഞ്ഞ് മരുന്നൊക്കെ കുടിച്ച് 1 മണിക്ക് മരുന്നെടുത്താ അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഈ വിശേഷങ്ങൾ. ഓനെ കൊണ്ടുപോയി കൊടുന്നു, സൂചിയൊക്കെ അടിച്ചു. ആള് ഇതുവരെ വലിയൊരു കുഴപ്പമില്ല, എന്നാലും ചെറിയൊരു ഈക്കര് പനിയൊന്നും വല്ലാതല്ല. എനിക്കറിയില്ല, എനിക്ക് ഞാൻ കാണാൻ വയ്യാഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിൽക്കാഞ്ഞത് തന്നെ ഞാൻ പുറത്തു പോയത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അല്ലേ. ഇനി ഇവര് സ്കൂളിൽ പോകുന്നതാണ്, ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഞങ്ങൾക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതെ, അങ്ങനെ ഞങ്ങള് ഫ്രിഡ്ജ് കംപ്ലൈന്റ് ആയിരിക്കുന്നു ഗൈസ്. ഇനി നമ്മൾ പുതിയ ഫ്രിഡ്ജ് മേടിക്കാൻ പോകണം. പുതിയത് മേടിക്കണോ പഴയത് മേടിക്കോ അത് ചോദിച്ചിട്ടാണ്. നിങ്ങൾ കമന്റ് ചെയ്യട്ടാ. പുതിയ മേടിക്കോ പഴയത് മേടിക്കോ. അതാ ഫ്രിഡ്ജായി കംപ്ലൈന്റ് ആയി എടുക്കണം. എന്താ കാണിക്കാനുള്ളത്? എന്താ എടുക്കണേ? ഇത് കണ്ട, ഈ ഫ്രിഡ്ജാണ് ഗൈസ് കംപ്ലൈന്റ് ആയത്. ഇത് മൊത്തത്തിൽ കംപ്ലൈന്റ് ആയിരിക്കുന്നു.
മുട്ടൊക്കെ ഇപ്പോൾ ആകെ തണുത്ത് വിറച്ച് ഒക്കെ ശരിയാവും. എന്താ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ നമ്മൾ മാറ്റി ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പം ഇന്ന് മാറും. നമ്മൾ 10-10 ആകുമ്പോൾ കൊണ്ടുവരുമല്ലോ. 10-10 15 ആകുമ്പോൾ പുതിയ ഫ്രിഡ്ജ് കൊണ്ടുവന്നിട്ട് ജംഷിക്ക് ഞാൻ ഹദിയ ചെയ്യും. ആ ഹദിയ വളരെ സ്നേഹത്തോടെ അവള് സ്വീകരിക്കും. പറ്റില്ല. ഫ്രിഡ്ജ് എന്തായാലും വേണമല്ലോ. ഫ്രിഡ്ജില്ലാതെ എങ്ങനെ കുട്ടികളുടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നില്ല. കുട്ടികളുടെ സാധനങ്ങൾ ഒന്നും ആവില്ല. നമുക്ക് ഇൻഷാ അല്ലാ നമുക്ക് ഇനി വല്ലാതെ എന്തെങ്കിലും ആവണം വേണം മസാല വെച്ചാളാം മൊത്തം. എന്നിട്ട് വന്നിട്ട് നേരെ ഫ്രിഡ്ജിൽ കണ്ടു വെക്കാം. മസാല വെച്ചാളാ. എന്നാ പിന്നെ കുറച്ചു നേരം കേടില്ലല്ലോ. ഐസ് കട്ടേ അപ്പൊ അതിന്റെ ഉള്ളിൽ ക്യൂബ് ഉണ്ടാവും, കട്ടുണ്ടാവും. ഒറ്റിക്കണോ? വെറും വെള്ളത്തിലാണ്. അത് കുഴപ്പമില്ല. അപ്പോ ഗൈസ് ഇഷു ബേബി, ഐഷു എവിടെ? ഐഷുന്റെ കഴിഞ്ഞാ എവിടെ? മൈൻഡപ്പയ്യല്ലേ? അപ്പോ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യാം. ബൈ ബൈ.